ഹേ ഗൈസ് നമസ്കാരം. ഇന്നലെ രാത്രി യൂട്യൂബിൽ ഒരു ബോംബ് പൊട്ടിച്ചിട്ട് ഒരു മലയാള സിനിമയുടെ ട്രെയിലർ സൈലന്റ് ആയിട്ട് വന്നിട്ട് ഒരു ബോംബ് പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ട്. റൈഫിൾ ക്ലബ്ബ് എന്നാണ് ട്രെയിലറിന്റെ പേര്, പടത്തിന്റെ പേര്. സോ ആ ട്രെയിലർ 3 മിനിറ്റിലെ ട്രെയിലർ ആദ്യം ഇന്നലെ ഞാൻ കണ്ട സമയത്ത് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഒരു സാധാരണ പടമായിരിക്കും, അങ്ങനെ നോക്കി അധികം വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല 2 മണിക്കൂറിൽ. പിന്നീട് അങ്ങോട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ ഫോർവേഡ് മെസ്സേജ് 1-2 പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ഇതിന്റെ റൈഫിൾ ക്ലബിന്റെ ട്രെയിലർ കണ്ടോ, ഗംഭീര ട്രെയിലറാണ്, എന്താണ് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് നോക്കുന്ന സമയത്ത് 20 ലക്ഷത്തോളം വ്യൂസിനോട് അടുപ്പിച്ചിരിക്കുകയാണ്. 18 ലക്ഷത്തോളം വ്യൂസ് ആണ് ഇപ്പം വന്നിട്ടുള്ളത്. ട്രെൻഡിങ്ങിലാണ് സംഭവം. നോക്കുമ്പോഴേക്ക് ആഷിഖ് അബുവിന്റെ ഡയറക്ഷനാണ് വന്നിട്ടുള്ളത്. ആൻഡ് കുറേ അധികം ആൾക്കാർ സ്റ്റാറിംഗ് ലിസ്റ്റിൽ കുറേ അധികം ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ളത് നമ്മുടെ ഹനുമാൻ കൈൻഡ്. നമ്മൾ ആ മ്യൂസിക് വീഡിയോ കണ്ടു, തരംഗമായ ഹനുമാൻ കൈൻഡ്. മൂപ്പരിൽ സ്റ്റാറിംഗ് ആ ഒരു കാറ്റഗറിയിൽ മൂപ്പർ അഭിനയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ഭയങ്കര ഹൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ തരുന്നതാണ്. So guys, ഒട്ടും ആമാന്തിക്കുന്നില്ല. Let's go and watch Rifle Club and welcome back to Bald and Beard Reacts. Guys, Rifle Club start here. ആവിന്റെ മണ്ടയിൽ ഒരു പഴുത്ത മാങ്ങ കിടക്കുവാണേ. നമ്മൾ ഉന്നം പിടിച്ചെറിഞ്ഞിട്ടേ ലക്ഷ്യം ഭേദിച്ചേ എന്ന് പറഞ്ഞ് നടന്ന് വീട്ടിലേക്ക് പോവാണോ ചെയ്യാറ്? ആ മാങ്ങ തിന്നുന്നതല്ലേ ഇതിന്റെ റിവാർഡ്? അത്രേ ഉള്ളൂ ഹണ്ടി. Rifles. Oh. Regobion. Pamia. Oh. Wow. IV ശശിയുടെ മൃഗയ ചിത്രം റിലീസായതോടെയാണ് സുഹൃത്തുക്കളെ അത് സംഭവിച്ചത്. തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി 3.5 മാസത്തോളം മമ്മൂട്ടി എന്ന യുവപ്രതിഭ എടക്കൽ ഗുഹയിൽ താമസിച്ച് ഹോളിവുഡ് രീതിയായ മെത്തേഡ് ആക്ടിംഗ് പരിശീലിച്ചത്രേ. അതിനിപ്പോ ഞാനെന്താണ് ചെയ്യേണ്ടത്? വേട്ടമൃഗം നല്ല ഒന്നാന്തരം തീമ, രക്തരൂക്ഷിതമാ, അക്രമ നിമിടവും. അത് ഷാമോൻ ചെയ്യണം. പക്ഷെ അതിനു മുന്നേ ആ റോസാപ്പൂ കൈ തുപ്പാക്കി വിളയണം. ആ അതാണ്ട് ഈ കാണുന്ന അവിടെ ദാസ്ഥാൻ വടിക്കാര് 2 പേര് വണ്ടേ പോയി. 3-ാമത്തെ ആള് വിത്തിയെ കയറാൻ സമയമായിട്ടില്ല, എന്നാലും ക്ലാമ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഉമ്മാരുടെ ഒരു മട്ട്. ഞാൻ പറഞ്ഞേ, ചലച്ചിത്ര താരങ്ങൾക്ക് തോക്ക് മരിക്ക് പിടിക്കാൻ പോലും അറിയത്തില്ല. മോനിപ്പോ പിടിച്ചിരിക്കുന്ന പൊട്ടുമോനെ മറ്റുപിടി അങ്ങനെ പറയാൻ തോന്നുന്നു. ശിക്കാരി ശമ്പു ഫ്രണ്ട്സും അങ്ങോട്ടാ. Who runs this place? ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? Hanuman kind man. Oh, what is it? എന്താ മോനെ? Okay. Oh. Oh. Wow. കാട്ടുപന്നി സസ്ക്രോഫാന്ന് ശാസ്ത്രനാമം. ഞാനാണേലും മുടിഞ്ഞ ടേസ്റ്റാ. അതോടെ ഇച്ചിരി ചിമിട്ടനാ. Ow! Open it. Alright, get up. Hanuman kind. പോലീസാണ് മാൻ. എത്ര ആൾക്കാരുണ്ടാ? അഷിക്കാപ്പു ഓ ഓ ഓ ആ മോനെ. താണ്ടതല്ലോ നോക്കടാ. ഓ .32 വരും. What is this? Rifle Club. तूने जाके पुट्टू खड्डा खा गया, सबको लेके जा. ഓ ക്രിസ്മസ് 2024 മക്കളെ. മോനെ, സർപ്രൈസ്, ബിഗ് സർപ്രൈസ്, കിടിലൻ സാധനം. മോനെ 3 മിനിറ്റിലെ ട്രെയിലറിൽ എന്തൊക്കെയോ കണ്ട് എന്ന് പറഞ്ഞാൽ
വേറെ ലെവലായിട്ട് മാഷിക് കപൂറിന്റെ കട്ട്സും എഡ്സും ഇതിന്റെ DOP സംഭവങ്ങളൊക്കെ വേറെ ലെവൽ. ഹണ്ടിങ് ആണ് മെയിൻ. ഐ തിങ്ക് ഹണ്ടിങ്ങിന് അപ്പുറം വേറെ എന്തൊക്കെ ഉണ്ട് തോന്നുന്നു. റൈഫിൾസ്, തോക്കുകൾ കൊണ്ടുള്ള എന്താണ് കളിയാണ്. വേറെ ലെവൽ എന്തൊക്കെ ഉണ്ട്. വേറെ ലെവൽ സാധനം. എന്തായാലും അമിട്ട് സാധനമാണ്, വെടിക്കെട്ട് സാധനമാണെന്ന് തോന്നുന്നു. എനിക്ക് ഏതൊക്കെയോ സിനിമേന്റെ, നമ്മളെ ബാച്ചിലർ പാർട്ടി, അതേപോലെ വേറെ കുറേ സിനിമേന്റെ എന്തൊക്കെ കട്ട്സ് കാണുന്ന പോലെ അതൊക്കെ ഒരു സംഭവം കൊള്ളാം. ആൻഡ് ഇതില് സ്റ്റാറിങ് ആണ് എത്രയോ ആൾക്കാരൊക്കെ ഉണ്ട്. ദിലീഷ് പോത്തൻ മുതൽ ഹനുമാൻ കൈൻഡ്. ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, വിജയരാഘവൻ, റാഫി, വാണി വിശ്വനാഥ്, ഹനുമാൻ ഖാൻ, വിനീത് കുമാർ, സുരേഷ് കൃഷ്ണ, സെന്ന ഹെഗ്ഡെ, വിഷ്ണു അഗസ്ത്യ, ദർശന, രാജേന്ദ്ര, ഉണ്ണിമായ പ്രസാദ്, സുരഭി ലക്ഷ്മി, നാതേഷ് ഹെഗ്ഡെ, പൊന്നമ്മ ബാബു, രമു, റംസാൻ മുഹമ്മദ്, നവനി ധവനാഥ്, പരിമൾ ഷായ്, സജീവ് കുമാർ, നിയാസ് മുസലിയാർ, കിരൺ പീതാംബരൻ, അങ്ങനെ വേണ്ട ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആൻഡ് ഡയറക്ടഡ് ബൈ ആഷിഖ് അബു, അതാണ് ഭയങ്കര വേറൊരു സംഭവം. ആൻഡ് റിട്ടേൺ ബൈ ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ ആൻഡ് സുഹാസ്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആഷിഖ് അബു ആണ്. ഫിലിം എഡിറ്റർ വി സാജൻ. ഭയങ്കര സംഭവം. ആൻഡ് ലിറിക്സ് വിനായക് ശശികുമാറാണ് ലിറിക്സ് കൊണ്ടിട്ടുള്ളത്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് റിയലി എ ബിഗ് ടീം. ആൻഡ് സംഭവം വേറെ ലെവലാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു മെയിൻ ക്യാരക്ടറായിട്ട് ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, ഹനുമാൻ ഖാൻ, വാണി വിശ്വനാഥ്, ദർശന, രാജേന്ദ്രൻ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു രക്ഷയില്ല. ആൻഡ് ട്രെയിലർ കണ്ട് ആൾക്കാർ പറയുന്ന കാര്യത്തിൽ സംഭവമുണ്ട്, എന്തൊക്കെയുണ്ട്. വെരി വെരി ഇൻട്രസ്റ്റിംഗ് ട്രെയിലർ. എന്തൊക്കെയോ ഒരു ഒളിച്ചു വെച്ച ഒരു ഹിഡൻ സംഭവങ്ങൾ എന്തൊക്കെയുണ്ട്. ആൻഡ് ഐ എം എക്സൈറ്റഡ്. 2024 ഡിസംബറിലാണ് അതിന്റെ റിലീസ് വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് ഇതിനെ കുറിച്ചൊന്ന് കേട്ട്. റൈഫിൾ ക്ലബ്ബ് ഞാൻ ഇതിനടക്കാണ് ഈ ട്രെയിലർ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പാണ് അതിന്റെ ഒരു പോസ്റ്ററായിട്ട് ഞാൻ കണ്ടത്, ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റോ മറ്റോ. അപ്പൊ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ട്രെയിലർ കിടുക്കാച്ച് ട്രെയിലർ ആക്കിയിട്ടുണ്ട്. എഡിറ്റ്സും കട്ടും മ്യൂസിക്കും ആൻഡ് ഇവർ ആ തോക്കൊണ്ടുള്ള കളിയും ഹണ്ടിങ്ങും പരിപാടിയൊക്കെയാണ്. ആൻഡ് അതിന്റെ എനിക്കൊന്ന് ലൊക്കേഷനും അതേപോലത്തെ എന്തൊക്കെയോ ഒരു നല്ലൊരു ഒരു ഹിൽ സ്റ്റേഷൻ ലൊക്കേഷൻ തന്നെയാണ് അതിൽ കൊടുക്കുന്നുള്ളത്. ത്രില്ലർ ആവാം, മിസ്റ്ററി സംഭവം ആൻഡ് ഹണ്ടിങ് എന്തൊക്കെയുണ്ട്. ഏതായാലും നമുക്ക് കാണാം. വെരി വെരി ഹൈപ്പ് ഉണ്ട് മക്കളെ, ഹൈപ്പ് ഉണ്ട്. എനിവേ റൈഫിൾ ക്ലബ് നമുക്ക് കാണാം. So guys, thank you so much guys for watching, and keep watching, and remember the name guys, Bald and Beard Reacts.